എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സോൾജിയർ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്ക് ചക്ക വേവിച്ചാലോ? അതെങ്ങനെയാണ് വേവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂട്ടുകാരെ. എല്ലാവരും വേഗം വായോ. നമ്മളൊരു പാത്രത്തിലേക്ക് ചക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെരുവൻ നിറയുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവേ. ഇപ്പം മഴയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് ഒരു ഗ്ലാസ് തൊട്ട് 1.5 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കണേ. നമ്മൾ ചക്കയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് 1.25 ഗ്ലാസ്. നമുക്കിനി ഈ പാത്രം ഗ്യാസ് കത്തിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാവേ. ചക്കയ്ക്ക് വേണ്ട അരപ്പ് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കാന്താരി, കരിവേപ്പില, ലേശം ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാവേ. ചക്കയ്ക്ക് ആവശ്യമായ അരപ്പ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചക്ക അടുപ്പത്ത് വെച്ചിരിക്കുക. അത് വേകാൻ നേരത്ത് നമുക്ക് ഈ അരപ്പ് ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഈ അരപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനേ പുഷായിപ്പോയി, അതെടുക്കാൻ പറ്റില്ല. എൻ്റെ അരപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു കുഴി കുത്തി അരപ്പ് നടുക്കോട്ടിട്ടിട്ട് നമുക്ക് ഈ ചക്ക ഇങ്ങനെ ഒന്നുകൂടെ മൂടാൻ വെക്കണേ. നമ്മൾ ചക്ക വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചക്ക ഇളക്കാൻ പോവാണേ. നല്ല ഇളക്കിലാണ് കാര്യം ഇരിക്കുന്നത്. നന്നായിട്ട് കുഴച്ച് ഇളക്കണം. ഇളക്കി യോജിപ്പിച്ച് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോൾ പാകത്തിനാവുമേ. നല്ല പാകത്തിന് കണ്ടോ, ചക്ക നന്നായിട്ട് ഇളക്കി നല്ല യോജിപ്പിക്കുന്ന കണ്ടോ കൂട്ടുകാർ. എന്നാൽ അതുപോലെ ചക്ക ഇളക്കിലാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നന്നായിട്ട് നല്ല കുഴച്ച് എടുക്കണം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ക്യാൻസറിനെ വെല്ലുന്ന ഒരു നല്ലൊരു വിഭവമാണ് ചക്കയെന്ന് പറയുന്നത്. ചക്കയും കൊണ്ട് നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നറിയാം. ഇപ്പം ചക്കയുടെ സീസണല്ലേ, അപ്പോൾ ഉള്ളവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. നമ്മുടെ ചക്ക വേവിച്ച് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റി എല്ലാവരും കഴിക്കാൻ വേഗം വരണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.